Welcome to Sahidi Online Education, Spoken English Unit 1, Part 6. സാഹിതിയുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം അവസാനിക്കുന്നതോടുകൂടി ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഒരു പരീക്ഷ നടത്തുന്നതാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാകും പരീക്ഷ. 80% മാർക്ക് നേടുകയും അതിൽ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് വമ്പൻ സമ്മാനമാണ് ലഭിക്കുക. 2ഉം 3ഉം സ്ഥാനക്കാർക്കും സമ്മാനമുണ്ടാകും. 80% മേൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളാരും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് ഈ മത്സരത്തിലെ ഒരു പ്രത്യേകത. സമ്മാനം ലഭിക്കാത്ത ഈ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സ്വദേശത്തോ വിദേശത്തോ തൊഴിൽ ലഭ്യത ഉറപ്പു നൽകുന്നതാണ്. കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന മികച്ച ഒഴിവുകളിലേക്ക് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. സമ്മാനങ്ങളും തൊഴിലവസരങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാഹിതിയുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. വിശദവിവരങ്ങൾ വഴിയെ അറിയിക്കുന്നതാണ്. ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്: ഈ ട്രെയിനിങ് പ്രോഗ്രാം ആദ്യ ഭാഗം മുതൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക. തുടർ വീഡിയോകൾ തടസ്സം കൂടാതെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ലിങ്കിൽ കയറി അപേക്ഷാ ഫോം എടുത്ത് പൂരിപ്പിച്ച് നിങ്ങൾ പേര്, മേൽവിലാസം തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യുക. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നയാ പൈസ മുതൽ മുടക്കില്ലാതെ ഒരു ജീവിതമാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ്. സന്ദേഹിച്ചു നിൽക്കാതെ പരിശ്രമിച്ച് നേടുക. 80% മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് 1ഉം 2ഉം 3ഉം സ്ഥാനക്കാരെ നിശ്ചയിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ബോണസ് മാർക്കിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. സാഹിതിയുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ പേരിൽ എത്തിക്കുന്നവർക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. ബോണസ് മാർക്കിനെ സംബന്ധിച്ച വിശദവിവരങ്ങൾ വഴിയെ അറിയിക്കുന്നതാണ്. ഒരു ബോണസ് മാർക്ക് 1.5 സാധാരണ മാർക്കിന് സമമാണ്. സാധാരണ മാർക്ക് പരീക്ഷയിൽ മാത്രമേ നേടാനാകൂ. എന്നാൽ ബോണസ് മാർക്ക് നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ നേടിത്തുടങ്ങാം. Noun case. There are 5 cases in English. നാമം വിഭക്തി. ഇംഗ്ലീഷ് ഭാഷയിൽ 5 വിഭക്തികളാണുള്ളത്. ഇൻ ദിസ് the first 3 is important. ഇവയിൽ ആദ്യത്തെ 3 പ്രധാനപ്പെട്ടതാണ്. 1 നോമിനേറ്റീവ് കേസ് അഥവാ നിർദ്ദേശിക വിഭക്തി. 2 പൊസസീവ് ഓർ ജനിറ്റീവ് കേസ് സംബന്ധിക വിഭക്തി. 3 ഒബ്ജക്റ്റീവ് ഓർ അക്യൂസേറ്റീവ് കേസ് പ്രതിഗ്രാഹിക വിഭക്തി. 4 ഡാറ്റീവ് കേസ്. ഒബ്ജക്റ്റീവ് കേസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നിടത്ത് ഈ ഡാറ്റീവ് കേസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്ന അഥവാ പരോക്ഷ കർമ്മം വരുന്ന വിഭക്തി. 5 വൊക്കേറ്റീവ് കേസ് അഥവാ സംബോധന വിഭക്തി. നോമിനേറ്റീവ് കേസ് നിർദ്ദേശിക വിഭക്തി. Noun or pronoun used as the subject of a sentence is nominative case. നാമമോ സർവനാമമോ ഒരു വാചകത്തിൻ്റെ കർത്താവായി ഉപയോഗിക്കപ്പെടുമ്പോൾ അതിനെ നിർദ്ദേശിക വിഭക്തി എന്ന് പറയുന്നു. ഉദാഹരണം: റാഷണലിസ്റ്സ് ആർ നോട്ട് മിയർ ബിലീവേഴ്സ് ബട്ട് ട്രൂത്ത് സീക്കേഴ്സ്. യുക്തിവാദികൾ കേവല വിശ്വാസികളല്ല, എന്നാൽ സത്യാന്വേഷികളാണ്. ഇതിൽ റാഷണലിസ്റ്റ്
ആണ് നിർദ്ദേശികാ വിഭക്തി. പൊസസീവ് ഓർ ജനിറ്റീവ് കേസ്. ഇറ്റ് ഷോസ് ദ പൊസിഷൻ ഓർ ഓണർഷിപ്പ് ഓഫ് എനിത്തിങ്. ഏതൊന്നിൻ്റെയും ഉടമസ്ഥതയെ കാണിക്കുന്നതാണ് പൊസസീവ് കേസ് എന്ന് പറയുന്നത്, അഥവാ സംബന്ധികാ വിഭക്തി എന്ന് പറയുന്നത്. ദീസ് ആർ ONV's പോയംസ്. ഇവകൾ ONVയുടെ കവിതകളാണ്. ഇവിടെ ONVയുടെ ഇതാണ് പൊസസീവ് കേസ്. ലതിക ഈസ് സ്റ്റഡിയിങ് ഇൻ എ ഗേൾസ് സ്കൂൾ. ലതിക പെൺകുട്ടികളുടെ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഇവിടെ ഗേൾസ് സ്കൂൾ, ഗേൾസ് ആണ് സംബന്ധികാ വിഭക്തി. ഗേൾസ്, ഇതിൽ ഗേൾസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, GIRL', അത് ഗേൾസ് സിംഗുലറായിട്ട് വരുമ്പോൾ അപ്പോസ്ട്രഫിക്ക് ശേഷമാണ് എസ് വരുന്നത്. എന്നാൽ ഗേൾസ് പ്ലൂറലായി വരുമ്പോൾ, പെൺകുട്ടികൾ എന്നത് പ്ലൂറലായി വരുമ്പോൾ ഗേൾസിന് ശേഷമാണ് അപ്പോസ്ട്രഫി വരുന്നത്. Again, if there are too many hissing sounds in a word, the letter S is omitted and only the apostrophe sign is put in the end. ഒരേപോലത്തെ കൂടുതൽ ശബ്ദങ്ങൾ ചേർന്ന് വരുമ്പോൾ, ഒരു വാക്കിൽ ചേർന്ന് വരുമ്പോൾ എസ് എന്ന അക്ഷരം ഒഴിവാക്കപ്പെടുകയും അപ്പോസ്ട്രഫി അടയാളം ഒടുവിൽ കൊടുക്കുകയും ചെയ്യും. ഉദാഹരണം, കോൺഷ്യൻസ് സേക്ക്, മനസാക്ഷിക്ക് വേണ്ടി. അവിടെ കോൺഷ്യൻസ് കഴിഞ്ഞിട്ട് പിന്നെ എസ്, അപ്പോസ്ട്രഫിക്ക് ശേഷം എസിൻ്റെ ആവശ്യമില്ല, ആ എസ് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പകരം വെറും അപ്പോസ്ട്രഫി മാത്രമേ അവിടെ വരുന്നുള്ളൂ. മോസസ് ലാ, മോശയുടെ നിയമം. മോസസ് കഴിഞ്ഞതിന് ശേഷം, മോസസ് ഒരു നെയിമാണ്, ആ പേരിന് ശേഷം പിന്നെ അപ്പോസ്ട്രഫി എസിൻ്റെ ആവശ്യമില്ല. അത് ഹിസ്സിങ് സൗണ്ട് ആയതുകൊണ്ടാണ് അപ്പോസ്ട്രഫി ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. ജീസസ് സേക്ക്, യേശുവിന് വേണ്ടി. ഗുഡ്നസ് സേക്ക്, നന്മയ്ക്ക് വേണ്ടി. When two nouns are closely connected with each other, the possessive sign is put to the latter. രണ്ട് നാമങ്ങൾ അടുപ്പിച്ച് കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരസ്പരം കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊസസീവ് സൈൻ വരുന്നത് അവസാനത്തെ വാക്കിനോടൊപ്പം ആണ്. ഉദാഹരണം, റെനൻ മാർട്ടിൻസ് ഗ്രാമർ. റെനൻ മാർട്ടിൻസ് ഗ്രാമർ, റെനിൻ്റെയും മാർട്ടിൻ്റെയും ഗ്രാമർ. ഹൺലി ആൻഡ് പാമേഴ്സ് ബിസ്ക്കറ്റ്, ഹൺലിയുടെയും പാർമറുടെയും ബിസ്ക്കറ്റ്. ഇവിടെ റെൻ, അതിനുശേഷം അടുത്തത് മാർട്ടിൻ വരുന്നു. മാർട്ടിന് രണ്ട് ആളുകളുടെ പേരുകൾ വരുന്നതിൽ രണ്ടാമത്തെ ആളിൻ്റെ പേരിനോടൊപ്പമാണ് പൊസസീവ് സൈൻ ഉണ്ടാകുന്നത്, അപ്പോസ്ട്രഫി എസ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ ഹൺലി എന്ന ഒരാൾ, പാമേഴ്സ് എന്ന അടുത്തൊരാൾ, രണ്ടാമത്തെ ആളിൻ്റെ ശേഷം പേരിനോടൊപ്പമാണ് അപ്പോസ്ട്രഫി എസ് വന്നിരിക്കുന്നത്. പൊസസീവ് സൈൻ ഈസ് ചീഫ്ലി യൂസ്ഡ് വിത്ത് ലിവിങ് ബീയിങ്സ്. പൊസസീവ് സൈൻ അല്ലെങ്കിൽ പൊസസീവ് അടയാളം മുഖ്യമായും ഉപയോഗിക്കുന്നത് ജീവനുള്ള വസ്തുക്കളോടൊപ്പമാണ്. In the case of thing without life, the preposition of is used to show the ownership. ജീവനില്ലാത്ത വസ്തുക്കളുടെ കാര്യത്തിൽ പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഓഫ് എന്ന പ്രിപ്പോസിഷനാണ് ഓണർഷിപ്പ് കാണിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഉദാഹരണം, ഹരീസ് ലെഗ്സ്, ഹരിയുടെ കാലുകൾ. ദ ലെഗ്സ് ഓഫ് ദ ടേബിൾ, ടേബിളിൻ്റെ കാലുകൾ. ഇവിടെ ഹരി എന്നത് ജീവനുള്ള ആളായതുകൊണ്ട് അപ്പോസ്ട്രഫി എസ് വന്നു. ആ സമയത്ത് ടേബിൾ ജീവനില്ലാത്ത വസ്തുവായതുകൊണ്ട് അതിൻ്റെ കാലുകൾ എന്ന് പറയുന്നതിന്
ടേബിൾസ് ലെഗ്സ് എന്ന് പറയില്ല, പകരം ലെഗ്സ് ഓഫ് ദ ടേബിൾ എന്നേ പറയും. ഓബ്ജക്റ്റീവ് ഓർ അക്യൂസേറ്റീവ് കേസ്, പ്രതിഗ്രാഹിക വിഭക്തി. നൗൺ ഓർ പ്രോനൗൺ when it becomes the object of a verb or preposition, it is in the objective or accusative case. നാമമോ സർവനാമമോ അത് ഒരു ക്രിയയുടെയോ ഒരു പ്രിപ്പോസിഷൻ്റെയോ അല്ലെങ്കിൽ ഗതിയുടെയോ ഒബ്ജക്റ്റായി അല്ലെങ്കിൽ കർമ്മമായി വരുമ്പോൾ അതിനെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അക്യൂസേറ്റീവ് കേസ് അഥവാ പ്രതിഗ്രാഹിക വിഭക്തി എന്ന് പറയുന്നു. ഉദാഹരണം: ഐ സാ ഷാഹുൽ, ഞാൻ ഷാഹുലിനെ കണ്ടു. ഇവിടെ ഷാഹുൽ ആണ് ഒബ്ജക്റ്റീവ് കേസ്. ഒബ്ജക്റ്റ് ഓഫ് ദ വെർബ് അത് ക്രിയയുടെ ഒബ്ജക്റ്റാണ്. The book is on the table. പുസ്തകം മേശമേൽ ആണ്. ഇവിടെ ടേബിൾ ആണ് ഒബ്ജക്റ്റ്. ഇത് പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റാണ്. ഡാറ്റീവ് കേസ് അഥവാ പരോക്ഷ കർമ്മ വിഭക്തി. ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ഓൺ. In some cases, a single predicate may have two objects. Then one object will be direct and the other will be indirect. It is said to be the dative case. ഗതിയുടെ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ്, പ്രിപ്പോസിഷൻ ഓൺ എന്ന പദത്തിൻ്റെ ഓബ്ജക്റ്റ് ചില കേസുകളിൽ ഒരു സിംഗിൾ പ്രെഡിക്കേറ്റ് ആയിരിക്കുകയും അതിന് രണ്ട് ഓബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതിൽ ഒരു ഓബ്ജക്റ്റ് ഡയറക്റ്റ് ഓബ്ജക്റ്റും മറ്റേത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ആയിരിക്കും. ഈ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റിനെയാണ് ഡാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഉദാഹരണം: ഷമീർ ഗേവ് ഹിം എ ബാൾ. ഷമീർ അവന് ഒരു ബാൾ കൊടുത്തു. ഇവിടെ രണ്ട് ഓബ്ജക്റ്റുകളുണ്ട്, ഹിം എന്ന ഓബ്ജക്റ്റും ബാൾ എന്ന ഓബ്ജക്റ്റും. ഇതിൽ ബാൾ എന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റും ഹിം എന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റുമാണ്. ഇവിടെ ഹിം ആണ് ഡാറ്റീവ് കേസ്. വൊക്കേറ്റീവ് കേസ് അഥവാ സംബോധന വിഭക്തി. നോമിനേറ്റീവ് ഓഫ് അഡ്രസ്. ഇതിന് നോമിനേറ്റീവ് ഓഫ് അഡ്രസ് എന്നും പറയും. ഉദാഹരണം: ഓ ഡെത്ത്, വേർ ഈസ് ദൈ സ്റ്റിങ്. അല്ലയോ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ. ഹിയർ ഡെത്ത് ഈസ് ദ വൊക്കേറ്റീവ് കേസ്. ഇവിടെ മരണം എന്ന പദമാണ് സംബോധനാ വിഭക്തി. നൗൺ പുട്ട് ഇൻ ഓപ്പോസിഷൻ. സാമാനാർത്ഥക നാമങ്ങൾ എന്ന് പറയും. പക്ഷേ അത് ഒരു നാമത്തെ മറ്റൊരു നാമത്തിന് എതിരായി വയ്ക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ നൗൺ പുട്ട് ആഫ്റ്റർ അനദർ ടു എക്സ്പ്ലെയിൻ ദ ഫോർമർ. ഒരു നാമത്തെ മറ്റൊരു നാമത്തിന് പിന്നിലായി ചേർക്കുന്നു ആദ്യത്തേതിനെ വിശദീകരിക്കാൻ വേണ്ടി. ഉദാഹരണം: സാഹിദ് ദ ഗ്രേറ്റ് റിഫോർമർ വാസ് എ വീവർ. സാഹിദ് ദ ഗ്രേറ്റ് റിഫോമർ വാസ് എ വീവർ. സാഹിദ് പ്രശസ്തനായ പരിഷ്കർത്താവ് ഒരു നെയ്ത്തുകാരനായിരുന്നു. പ്രശസ്തനായ പരിഷ്കർത്താവായ സാഹിദ് ഒരു നെയ്ത്തുകാരനായിരുന്നു. സാഹിദ് ഒരു നെയ്ത്തുകാരനായിരുന്നു എന്നതൊരു സാധാരണ സെൻറ്റൻസ്. എന്നാൽ ഈ സാഹിദിനെ
പരിഷ്കർത്താവ്, പ്രശസ്തനായ പരിഷ്കർത്താവ് എന്ന് വിശദീകരിച്ചത് ആണ് നൗൺ പുട്ട് ഇൻ ഓപ്പോസിഷൻ. രണ്ടാമത്തെ ഉദാഹരണം, ഷഹ്സാദ് അവർ ക്യാപ്റ്റൻ പ്ലേഡ് വണ്ടർഫുള്ളി. ഷഹ്സാദ് എന്ന നമ്മുടെ ക്യാപ്റ്റൻ അത്ഭുതകരമായി കളിച്ചു. ഷഹ്സാദ് അത്ഭുതകരമായി കളിച്ചു. പക്ഷേ ഈ ഷഹ്സാദിനെ വിശദീകരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ എന്നത് ആണ് വിശദീകരിക്കുന്നത്. ആ നമ്മുടെ ക്യാപ്റ്റൻ എന്നതാണ് നൗൺ പുട്ട് ഇൻ ഓപ്പോസിഷൻ. ഇതോടുകൂടി യൂണിറ്റ് 1 അവസാനിച്ചു. നമ്മുടെ പൂർണ്ണമായ വീഡിയോകൾ വാച്ച് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സശ്രദ്ധം ഈ ക്ലാസ് വീക്ഷിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.